പക്ഷേ സുകുമാരൻ നായർക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ തെറിവിളിയോട് തെറിവിളിയാണ്. സുകുമാരൻ നായർ പറയുന്നത് ഇതൊന്നും കേട്ട് ഞാൻ ഭയപ്പെടാനൊന്നും പോകുന്നില്ല, നീയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ. അപ്പോൾ സോഷ്യൽ മീഡിയക്കാർ പറയുകയാണ് താനൊരു പുണ്ണാക്കം ചെയ്യില്ല, താൻ ഞങ്ങളെ ഞൊട്ടും, ഞങ്ങൾ വച്ചിട്ടുണ്ട് തനിക്ക്. NSS കരയോഗങ്ങൾ പലതും സുകുമാരൻ നായർക്കെതിരെയാണ്, സുകുമാരൻ നായരെ പുറത്താക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നായർ ഇപ്പോഴും പിടിച്ച വാലിൽ തന്നെ നിൽക്കുകയാണ്, ഞാൻ LDFനൊപ്പമാണ്. സതീശൻ്റെയോട് ചോദിക്കുമ്പോൾ സതീശൻ പറയുന്നത് അയാൾ അയഞ്ഞില്ലെങ്കിൽ വേണ്ട, അയാൾ അയണമെന്ന് ഇവിടെ ആരാ പറഞ്ഞത്, അയാൾ അയഞ്ഞുള്ള ഓട്ടമൊന്നും ഞങ്ങൾക്ക് ഇവിടെ വേണ്ട, പ്രീണനം നടത്തിയുള്ള ഓട്ടമൊന്നും ഇവിടെ ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ പിന്നെ സതീശൻ്റെ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ കുടുംബപരമായ ചില പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പിണറായി സർക്കാരാണ്. അപ്പോൾ അതിൽ പിണറായി സർക്കാരിനോട് ഒന്ന് ചേർന്ന് നിന്നില്ലെങ്കിൽ പിന്നെ പണി കിട്ടുമോ എന്നുള്ളൊരു ഭയം സുകുമാരണ്ണനുണ്ട്. അപ്പോൾ നിൽക്കുന്നത് LDFനോടൊപ്പവും കുത്തുന്നത് UDFന്. കാരണം വോട്ട് ആർക്കാണ് ചെയ്തതെന്ന് ആർക്കും ചോദിക്കാനും പറയാനും പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ നിന്ന മാഷ എനിക്ക് വോട്ട് തരണമെന്ന്, മാഷോടാ നിനക്ക് തന്നെ വോട്ട്, കുത്തിയത് നിനക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് കുത്തുന്നത് വേറെ ആർക്കെങ്കിലും ആയിക്കൂടെ. ഇവിടെ സുകുമാരൻ നായർ അങ്ങനെ ചെയ്യാനും വഴിയില്ല. കാരണം സതീശൻ്റെ കോൺഫിഡൻസ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അല്ല, സുകുമാരൻ നായർ എന്ത് ചെയ്യും എന്നത് ആർക്കും പ്രവചിക്കാൻ പറ്റുന്ന കാര്യമല്ല. സുകുമാരൻ നായർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചെയ്തിരിക്കുക എന്ന് നമുക്കറിയില്ല. കാരണം അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാവിലെ അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. അന്ന് അദ്ദേഹം രാവിലെ പറഞ്ഞത് ഈ സർക്കാർ മാറണം എന്നാണ് NSSൻ്റെ ആഗ്രഹം, ഈ സർക്കാർ മാറും എന്നാണ് അദ്ദേഹം പ്രകടമാക്കിയത്. പക്ഷേ സർക്കാർ മാറിയില്ല എന്ന് മാത്രമല്ല, അതിക്കുമുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോട് വരികയും ചെയ്തു. ഇപ്പോൾ രണ്ടുപേർക്ക് ഇവിടെ വെള്ളാപ്പള്ളി നടേശനും അതേപോലെ തന്നെ സുകുമാരൻ നായർക്കുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ അവരെന്താണോ പറയുന്നത് അതിനെതിരായിരിക്കും സാധാരണ സംഭവിക്കുക. ഇതായിരിക്കണം സതീശൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇടതുപക്ഷം ജയിക്കും, ഞാൻ ഇടതുപക്ഷത്തെ ജയിപ്പിക്കും എന്ന് സുകുമാരൻ നായർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇടതുപക്ഷം തോൽക്കും, ഞാൻ ഇടതുപക്ഷം തോൽപ്പിക്കും എന്നാണ്. ഇങ്ങനെ വിചാരിച്ചത് കൊണ്ടായിരിക്കണം സതീശൻ അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളെല്ലാം നടത്തുന്നത്. പക്ഷേ എനിക്ക് വളരെ കൃത്യമായിട്ട് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കാനുള്ള ഒരു പ്രശ്നം ഇതാണ്. സമുദായ സംഘടനകൾക്ക് എന്ത് കാര്യം നമ്മളുടെ തെരഞ്ഞെടുപ്പിൽ? നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ആര് ചോദിക്കും, ആര് ജയിക്കും എന്ന് തീരുമാനിക്കുന്നത് സമുദായ സംഘടനകളാണോ? അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. കാരണം സമുദായ സംഘടനകളുടെ ജോലി വേറെയാണ്. അവരുടെ ജോലി തെരഞ്ഞെടുപ്പിൽ ആളുകളെ ജയിപ്പിക്കലോ തോൽപ്പിക്കലോ അല്ല. പക്ഷെ എന്തായാലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ കരുതുന്നത് ഇവരുടെ അനുഗ്രഹം കിട്ടിയാൽ തീർച്ചയായിട്ടും ജയിക്കും എന്നാണ്. അതുകൊണ്ടാണ് പെരുന്നയിൽ പോപ്പിൻ്റെ നട തുറക്കുന്നത് കാത്ത് അവിടെ കോൺഗ്രസ്സുകാർ നിൽക്കുന്നുണ്ട്, BJPക്കാർ നിൽക്കുന്നുണ്ട്, CPMകാർ നിൽക്കുന്നുണ്ട്, എല്ലാവരും നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് BJP അടുപ്പിക്കില്ല, അങ്ങോട്ട് അടുപ്പിക്കില്ല. BJP ഇയാൾ അടുപ്പിക്കില്ല, അതാണ് പ്രശ്നം. BJP നിൽക്കുന്നുണ്ട്, നട തുറന്ന് അപ്പം തന്നെ നട അടയ്ക്കുമെന്നാണ് കേൾക്കുന്നത്. അതറിയാം. അതുകൊണ്ടാണ് അതിശക്തമായിട്ട് കുമ്മൻ രാജശേഖരൻ ഇപ്പോൾ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടമാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. കുമ്മൻ രാജശേഖരൻ ഇപ്പോഴും ഉണ്ടല്ലേ? അങ്ങനെ അതായത് എപ്പോഴും വാ തുറക്കണം എന്ന് ഉള്ളതിനെ സംബന്ധിച്ചിടത്തോളം സംശയത്തിൽ നിൽക്കുമ്പോഴാണ് ഇതേപോലെയുള്ള ആരും അങ്ങനെ കാര്യമായിട്ട് കയറി അടിക്കാത്തൊരു വിഷയം വരുമ്പോൾ ഒന്ന് വാ തുറന്ന് അടിച്ചു കളയാം എന്ന് കരുതുകയും അദ്ദേഹം അതിലിടപെടുകയും ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഞാനത് ശ്രദ്ധിച്ചില്ല മാഷേ. അല്ല, സുകുമാരൻ നായരുടെ നിലപാടിനെ അതിശക്തമായിട്ട് കുമ്മനം രാജശേഖരൻ എതിർത്തു എന്നതാണ് സോഷ്യൽ പോസ്റ്റിൻ്റെ അതിൻ്റെ ഒരു അന്തസ്സത്താണ്. അപ്പം അങ്ങനെ എതിർക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ അദ്ദേഹം എതിർക്കുന്നതിന് മുമ്പ് തന്നെ NSSലെ BJPക്കാരെല്ലാം തന്നെ വളരെ ശക്തമായിട്ട് സുകുമാരൻ നായരെ എതിർത്തു. ഞങ്ങൾ ഈ കട അടച്ച് അല്ലേ അടിച്ച് പൊളിക്ക് അടച്ചുപൂട്ടുകയും ചെയ്യും എന്നവർ ആദരാഞ്ജലിയർപ്പിച്ചു. അതുപോലെ തന്നെ ഇയാളെ കട്ടപ്പയായിട്ട് ചിത്രീകരിച്ചു, പിന്നിൽ നിന്ന് കുത്തുന്നവനാണ് എന്നെല്ലാം പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് മാഷെ, പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു മനുഷ്യനായിട്ട് അയാളെ ഇപ്പൊ കാണാൻ പറ്റൂ. ഇതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ മോളുടെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥകളൊന്നും പരിശോധിക്കാൻ ആരും പോകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു കഥ വരുന്നു, ആ കഥ എല്ലാവരും കേൾക്കുന്നു, അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഇയാൾ അസാധാരണമായിട്ടുള്ള രീതിയിൽ ഒരു സുപ്രഭാതത്തിലെ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. അതൊരു കച്ചവടമാണ്, ഒരു ഡീലാണ് എന്ന നിലക്കും ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ എന്ത് കച്ചവടം നടന്നാലും ഏതു തരത്തിലുള്ള ഡീലുകൾ ഉണ്ടായാലും
സമുദായ നേതൃത്വത്തിൻ്റെ ഒരു ചെൽപ്പടിക്ക് നിൽക്കുന്നവരല്ല കേരളത്തിലെ സമൂഹം. അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളുണ്ട്, അവരതിനനുസരിച്ച് മാത്രമേ വോട്ട് ചെയ്യൂ. അത് കറക്റ്റാണ്. പക്ഷേ കാരണം സുകുമാരൻ നായർ പറഞ്ഞിട്ട് ഇന്ന് വരെ നായന്മാരാരും എന്തെങ്കിലും കേട്ടിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. സുകുമാരൻ നായർ പറഞ്ഞ് കേട്ടിട്ടുള്ള നായന്മാരെ കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. കാരണം നമ്മളൊക്കെ എത്രയോ വർഷങ്ങളായി ഈ പിന്നെ നായർ സമുദായത്തിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്കൊന്നും ഇന്ന് വരെ സുകുമാരൻ നായർ ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് ഞങ്ങളാരും കേട്ടിട്ടില്ല. ഇനി അഥവാ കേട്ടാലും ഞങ്ങളാരും അത് ചെയ്യാനും പോകുന്നില്ല. പിന്നെ ഈ ചില സാഹചര്യങ്ങളിൽ ഈ പഴയ കാലഘട്ടത്തിലുള്ള ചില അമ്മമാരൊക്കെ ഉണ്ട്, അവർ ഈ ഞങ്ങളുടെ ഈ നായന്മാർക്കൊരു രീതിയുണ്ട്. ഈ മരണാനന്തര സമയത്ത് ഇവർ വന്ന് കാര്യങ്ങളൊക്കെ നടത്തിയില്ലെങ്കിൽ നമുക്ക് ഈ എന്തോ ആത്മാവിന് ശാന്തി കിട്ടില്ല, അങ്ങനത്തെ ചില ആത്മാവിന് ശാന്തി കിട്ടുക മാത്രമല്ല, അവർ സ്വർഗ്ഗലോകത്ത് ചെല്ലുന്ന സമയത്ത് വാതിലടഞ്ഞു കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഈ സംഘടനയ്ക്ക് ഫണ്ടുണ്ട്, വർഷത്തിൽ ഇത്ര രൂപ അടയ്ക്കണമെന്നുണ്ട്. ഈ അടയ്ക്കുന്നത് ഈ നമ്മുടെ മരണസമയത്ത് ഇവർ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ ഇവർ വരില്ല മരണസമയത്ത്. ഇതാണ് സംഘടനയെ കൊണ്ട് ആ കൂടെ നമുക്കുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അല്ലാതെ സമുദായ സംഘടനകൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും സമുദായത്തെ സംബന്ധിച്ചിടത്തോളം. അത്തരം കാര്യങ്ങളിൽ മാത്രം അവർ ബദ്ധശ്രദ്ധരായിരിക്കുന്നതായിരിക്കും നല്ലത്. പകരം അവർ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ നടക്കുന്ന സമയത്ത് പ്രശ്നമാണ്. പക്ഷേ NSSനെയും അതേപോലെ തന്നെ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ പറയില്ലേ സമ്മർദ്ദ രാഷ്ട്രീയം എന്ന് പറയുന്നത്, പ്രഷർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അത് കൃത്യമായിട്ട് പ്രയോഗിച്ച് അതിൽ വിജയിച്ച ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് UDFനെ അദ്ദേഹം വരച്ച വരയിൽ നിർത്തി. എന്നിട്ട് അദ്ദേഹം UDFനോട് പറഞ്ഞു താക്കോൽ സ്ഥാനത്ത് നായരുണ്ടാകണം. അങ്ങനത്തെ ഒരു നായരായിരുന്നു രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ അങ്ങനത്തെ നായരല്ലെന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹത്തെ താക്കോൽ സ്ഥാനത്ത് സ്ഥാപിക്കാനായിട്ട് UDF തയ്യാറായിരുന്നു. അതിനൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നായന്മാരിൽ ബഹുഭൂരിപക്ഷം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ് എന്ന ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു സമ്മർദ്ദ തന്ത്രമാക്കി മാറ്റാനായിട്ട് അതിൻ്റെ ഒരു കല വികസിപ്പിച്ചെടുക്കുകയും അങ്ങനെ അദ്ദേഹം നിരന്തരമായിട്ട് അതിൽ വ്യാപൃതനാവുകയും ചെയ്തിരുന്നതാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് ശശി തരൂരിൻ്റെ വരവൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഡൽഹി നായരാണ് എന്ന് പ്രസ്താവിച്ചത്. നമ്മൾ കേട്ടാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള കുറെ ഇടപെടലുകൾ പോപ്പിന്റെ കാല് തക്കണ നായന്മാർക്കേ പിന്നെ താക്കോൽ സ്ഥാനം കിട്ടുകയുള്ളൂ. അല്ലാതെ പോകുന്ന നായന്മാർക്കൊന്നും നായർ സമൂഹത്തിലെ നായന്മാരെന്നേ വിളിക്കാൻ അവരെ നാണക്കേടെന്നാണ് പോപ്പ് പറയുന്നത്. അല്ല, അതിപ്പോ അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പോപ്പ് എന്ന് പറയുന്നത്. പോപ്പ് എന്ന് അദ്ദേഹമാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനാണ് നായന്മാരുടെ പോപ്പ്. അപ്പൊ ഇങ്ങനെ ഉള്ള നാളെ ദൈവമായിട്ട് അംഗീകരിക്കുമോ എന്തോ? നായന്മാർ പൂജിക്കേണ്ടത് സുകുമാരൻ നായരെയാണെന്നായിട്ട് പറയുമോ എന്തോ? അല്ല, നമുക്കൊന്നും ഒരിക്കലും നമ്മുടെ മനുഷ്യരെ വിലയിരുത്താനായിട്ട് കഴിയില്ല അല്ലേ? എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ കുശ്ബുവിന് ദേവാലയം വേണമെന്ന ആളുകളാണ് ഇന്ത്യക്കാർ. അത്രയും വിവരക്കേട് പിണറായിയെ ദൈവമായിട്ട് കണ്ടാലും സുകുമാരൻ നായരെ ദൈവമായിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത്രയും വിവരക്കേട്ട ജനങ്ങൾ കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നായർ സമൂഹത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരിയായിരിക്കാം. എന്തായാലും നമുക്ക് അക്കാര്യത്തിലേക്ക് കണ്ടിരുന്നാൽ മാത്രമേ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കാരണവശാലും നമ്മുടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളെ സമുദായ നേതൃത്വത്തിന് സ്വാധീനിക്കാനായിട്ട് കഴിയില്ല. സമുദായ നേതൃത്വത്തിന് മറ്റു പല കാര്യങ്ങളിലും നല്ല ഇടപെടലുകളൊക്കെ നടത്താൻ പറ്റും. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ സുകുമാരൻ നായരുടെ ധീരമായിട്ടുള്ള ഇടപെടലിനെ എന്തായാലും ശബരിമല വിശ്വാസികൾ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ നാമജപ ഘോഷയാത്ര അതിശക്തമായിട്ട് കേരളത്തിൽ എല്ലായിടത്തും പടർത്തി കൊണ്ടുപോകുന്നതിൽ അതിൻ്റെ മുൻനിരയിൽ നിന്ന് അദ്ദേഹത്തിന് പ്രവർത്തിക്കാനായിട്ട്. അങ്ങനെ സാമുദായിക വിഷയങ്ങൾ വരുന്ന സമയത്ത്, വിശ്വാസ വിഷയങ്ങൾ വരുന്ന സമയത്ത്, ആചാര വിഷയങ്ങൾ വരുന്ന സമയത്തൊക്കെ അവർക്ക് അതിൻ്റെ ഇടപെടാം. ചില ആചാരങ്ങൾ ലംഘിക്കപ്പെടേണ്ടതാണ് എന്ന് പല കാലമായിട്ട് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ ലംഘിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സമുദായ സംഘടനകൾ കഴിക്കും. അതേപോലെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും സമുദായ സംഘടനകൾക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയും. അതെങ്ങനെ പുതിയ കാലത്തെ മനുഷ്യന് ഗുണകരമായി തീരും, അതെങ്ങനെ ക്രിയേറ്റീവായി തീരും, സൃഷ്ടിപരമായി തീരും എന്നാലോചിച്ച് അതിൽ ഇടപെടുന്ന ഒരു സ്പേസ് എല്ലാ സമുദായ സംഘടനകൾക്കും കേരളത്തിലുണ്ട്. അതിനപ്പുറം കേരളത്തിൻ്റെ രാഷ്ട്രീയം അവരൊക്കെ കൂടി നിശ്ചയിക്കും എന്ന് അവർ കരുതുന്നത് നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കൾ മണ്ടന്മാരായി ഇവരുടെ കാല് പിടിക്കാനും കാല് കഴുകാനും പോകുന്നതിൻ്റെ ഫലമായി സംഭവിക്കുന്ന ദുരന്തമാണ്.
മൊത്തം രാഷ്ട്രീയത്തിന് സംഭവിച്ചിരിക്കുന്ന ജീർണതയുടെ ഒരു പ്രതിഫലനം അതിൽ നമുക്ക് കാണാം. അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും സംഭവിക്കും എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷ സൂപ്പ് കോമളകളെ പോലെ ഉടഞ്ഞു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ.